റെയിൽവേ എക്സാംസ് വന്നായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. LP നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഉടനെ വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ള എക്സാംസ് ഈ വർഷം തന്നെ നമുക്ക് എന്താണ് റെയിൽവേയുടെ എക്സാംസ് എല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് തുടങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം റെയിൽവേ എക്സാംസ് നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് നമുക്ക് NTPC എക്സാം ഉണ്ട്, LP എക്സാം ഉണ്ട്, ടെക്നീഷ്യൻ എക്സാം ഉണ്ട്, ഗ്രൂപ്പ് D ഉണ്ട്, JE വിളിക്കാറുണ്ട്, RPF വിളിക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഏകദേശം ഒരേ പാറ്റേണിൽ വരുന്നത്, വെയിറ്റേജിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പം ആ എക്സാംസിനെല്ലാം കോമൺ ആയിട്ട് നമുക്കൊരു ടയർ 1 ക്ലിയർ ചെയ്യാനായിട്ട് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഫൗണ്ടേഷൻ ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും നമുക്ക് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി സിസ്റ്റം നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഗ്രീഷ്മ മിസ്സിൻ്റെ മാത്സ് ക്ലാസ്സാണ് നമുക്ക് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത് നിത്യ മിസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ജനറൽ സയൻസ് നമുക്ക് അർച്ചന മിസ്സും ഉണ്ട്, അനിൽ സാറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മുടെ ശ്രീരാഗ് സാറാണ്. റീസണിങ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനുമാണ്. ഓക്കെ, അപ്പം റെയിൽവേ ബാച്ചിന് അത്യാവശ്യം നമുക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും മാക്സിമം നല്ല കണ്ടന്റോടെ നമ്മൾ യൂട്യൂബിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീക്ക്ലി ചലഞ്ച്, വീക്ക്ലി സ്റ്റഡി ചലഞ്ച്, ലൈവ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ വീക്കിലി ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീക്ക് കൺസിഡർ ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വീക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ നമ്മൾ ബുധനാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു വീക്ക് മാത്രം വെനസ്ഡേയിൽ സ്റ്റാർട്ട് ചെയ്ത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ എന്ന പാറ്റേണിലായിരിക്കും പോവുക, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലായിരിക്കും നമ്മൾ പോവുക. അത് കഴിഞ്ഞിട്ട് മൺഡേയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൺഡേ എന്ന് പറയുന്ന ദിവസത്തിൽ ഞങ്ങൾ ഒരു വീഡിയോ ഇടും. അതായത് അതിനകത്ത് വീക്കിലി ചലഞ്ച് ആയിരിക്കും വരിക. വീക്കിലി ചലഞ്ച് വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു വീക്കിൽ നിങ്ങൾ ഓരോ ദിവസത്തിലും എന്ത് പഠിക്കണം, എന്തൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും പറയാം. ഓക്കെ, ആ ഒരു ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് തന്നെ ക്ലാസ്സുകളുണ്ട്. നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ കണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നിട്ട് നമ്മളൊരു വെനസ്ഡേ ആവുന്ന സമയത്ത് വീക്കിലി സ്റ്റഡി ചലഞ്ച്, അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ വീക്കിൽ പഠിക്കുന്നു, നിങ്ങളിപ്പോൾ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കാം, നേരത്തെ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിലി ചലഞ്ചിൽ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് ടിപ്പുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാം. ഓക്കെ, എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ ഇന്നൊരു പോർഷൻ പ്രീവിയസ് ഇയർ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് അത് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ പറയാം. ആ ഒരു ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീക്ക്ലി സ്റ്റഡി ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ചു പോകുന്നതിനിടയിൽ നമ്മൾ എന്താണ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കാൻ വേണ്ടി മാത്രം. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ പഠിക്കാതെ വിടാൻ ചാൻസ് ഉണ്ട്. അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈവ് സെഷൻ വയ്ക്കും. ഓക്കെ, ഫ്രൈഡേയിലാണ് നമ്മൾ ലൈവ് സെഷൻ വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സെഷനിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് തന്നെ ഡൗട്ടുകൾ ചോദിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് മാക്സിമം എന്താണ് ഈ ഒരു കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടയർ 1 ക്ലിയർ ആണുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്താണ് ക്ലിയർ ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് നമുക്ക് മാക്സിമം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന വീക്ക്ലി ചലഞ്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന എക്സാംസിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ ഈ റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ചിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ വീക്കിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകളും അതിൻ്റെ ലിങ്കുകളും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരിക. നോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എന്താണ് ടെലിഗ്രാം ചാനലായിരിക്കും. ഇപ്പോൾ ലിങ്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ഈ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ചെയ്യുന്ന കൂടെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൂടെ അവരും കൂടെ കൂട്ടുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.